ഹലോ ഗൈസ്, കുറച്ച് നാളായി കണ്ടിട്ടെന്നറിയാം. ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തതിന് അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും പോട്ടെ. ഇന്നെന്തായാലും നമ്മൾ ഇച്ചിരി അന്നത്തെ പോലെ തന്നെയാണ്, എക്സ്പ്ലനേഷനൊന്നുമല്ല. നിങ്ങൾക്ക് നമ്മൾ വൺ പീസിൽ ഒരുപാട് ക്യാരക്ടേഴ്സിന് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഇപ്പം എനിക്ക് സങ്കടപ്പെടുത്തിയ ഒരു ക്യാരക്ടറിനെ ഞാൻ ചെയ്യാൻ പോകുക. തമിഴിനൊക്കെ കണ്ടു കാണും. ഞാൻ സാഞ്ചിയുടെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ലൂഫിയുടെ ഫുൾ ഓഫ് സ്റ്റീം മൊത്തം ഞാൻ ആദ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പതിയെ ആൾക്കാർ ചെയ്ത് ഇത് പാർട്ട് 1 ആണ്. എന്തായാലും ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്കിനിയും വീഡിയോ ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളെ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മുടെ ചാനലൊക്കെ ഭയങ്കര ഡൗൺ ആണ്. കാണുന്നവർ നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിലും ലാസ്റ്റ് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. എന്തായാലും നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വൺ പീസ് നമ്മുടെ സ്റ്റോൺ ഹാർട്ട് ടീമിൽ നമ്മുടെ ലൂഫിക്കോ സോഹോയ്ക്കോ ഒന്നും പറ്റിയില്ലെങ്കിൽ, ഒരു ക്യാരക്ടറിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സാഞ്ചി സാഞ്ചി അങ്ങ് നോക്കിക്കോളും. ക്യാപ്റ്റനേക്കാളും വൈസ് ക്യാപ്റ്റനേക്കാട്ടിലും പവർ ഉണ്ടെന്നും നമുക്ക് ചില സമയങ്ങളിൽ ഒന്ന് തോന്നും. അതൊരു ക്യാരക്ടറാണല്ലോ. എന്തായാലും ബാക്ക് സ്റ്റോറി ഞാൻ പറയാം. നമ്മുടെ സാഞ്ചിയുടെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ, സ്ഥലമൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. എന്തായാലും ഒരു ഫാമിലി വിൻസ്മോക്ക് ഫാമിലിയാണ്. നമ്മുടെ പല ക്യാരക്ടേഴ്സ്, പ്രിൻസും കിങ്ങും ഒക്കെ ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ സാഞ്ചിയാണെങ്കിൽ അനുഭവിച്ചത്, ഞാൻ വലുതായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ പോലെ അനുഭവിച്ച ഒരു ക്യാരക്ടറിനെ ഞാൻ ഇതുവരെ വൺ പീസ് കണ്ടിട്ടില്ല. അപ്പം വൺ പീസ് ഞാൻ എങ്ങോട്ടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മുടെ നമ്മുടെ വിൻസ്മോക്കിൻ്റെ ഭാര്യനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അവരുടെ മക്കൾക്ക് ഒരു ഇമോഷൻസും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ 4 കുട്ടികളുണ്ടായി. അതിനകത്ത് 3 കുട്ടികൾക്ക് ഇമോഷൻസ് ഒന്നുമില്ല. പക്ഷെ സാഞ്ചി മാത്രം ആ ടൈമിൽ കരഞ്ഞു. ബാക്കി ആ 3 ഒരാൾ പോലും കരഞ്ഞില്ല. അപ്പം തന്നെ വിൻസ്മോക്കിന് വളരെ ദേഷ്യമായി. അങ്ങനെ നമ്മുടെ സാഞ്ചി വളർന്നപ്പോഴേക്ക് സാഞ്ചിക്ക് ഒരു തുള്ളി പവറില്ല എന്ന് മനസ്സിലായ അവൻ്റെ അവൻ്റെ ബ്രദേഴ്സ് അവന് വാരി അടിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് വാരി അടിക്കൽ, അതുപോലെ അടി. അവന് സിസ്റ്ററുണ്ട്, പക്ഷെ സിസ്റ്ററിനും വലിയതായിട്ടൊരു ഇമോഷൻസ് ഇല്ലായ്മയില്ല. പിന്നെ ആകെ അവന് ഇച്ചിരിയെങ്കിലും സന്തോഷം, ആ ഒരു ടൈമിൽ സന്തോഷം തോന്നിയത് അവൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നപ്പോഴാണ്. അവൻ്റെ അമ്മേനെ വിൻസ്മോക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അവർ മരിക്കുന്ന അവസ്ഥ വരെ എത്തി. പക്ഷെ എന്നിട്ടും അവൻ്റെ അമ്മ ചിരിച്ച മുഖത്തോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനാണ് സാഞ്ചി. അപ്പം സാഞ്ചിയുടെ അമ്മ മരിച്ചു. അങ്ങനെ അവൻ ഒറ്റയ്ക്കായി. പിന്നെ അവനെ കൂട്ടിലിട്ടു. പിന്നെ അവൻ്റെ അനിയന്മാർ ബ്രദേഴ്സ് എല്ലാവരും കൂടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ആ വഴി പോയിട്ടും സാഞ്ചി ഹെൽപ്പ് ചോദിച്ചിട്ട് പോലും അവൻ്റെ അച്ഛൻ ചോദിക്കുക, എന്തിന്, നിനക്ക് പവറുണ്ട്, നീ അങ്ങ് അടിച്ചു മലത്തി ഇട്ടാൽ മതി എന്ന് പറഞ്ഞ്. അതുപോലെ ക്രൂരതയുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ വൺ പീസിൽ കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, അതിനേക്കാളും ഉണ്ടെന്ന്. എന്തായാലും അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാഞ്ചി വിൻസ്മോക്ക് എല്ലാം വിട്ടു വന്നു. സാഞ്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ അവൻ രക്ഷപ്പെട്ട ഒരു പൈററ്റ് ഷെഫിൻ്റെ അടുത്തിട്ട് അവൻ്റെ സ്റ്റെപ്പ് ഫാദറായി. അങ്ങനെ അവൻ അവിടെ ഷെഫൊക്കെ ആയി, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ലൂഫിൻ ടീമൊക്കെ വന്നു, അവരുടെ കൂടെ പോയി.
അങ്ങനെയൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ബിഗ് മോമിൻ്റെ ആർക്ക് വന്നത്. അപ്പോൾ ബിഗ് മോമിൻ്റെ ആർക്ക് എനിക്ക് മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ സാഞ്ചി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സോടെ ബിഗ് മോമിൻ്റെ മോളെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. എടാ, അതുപോലൊരു ക്യാരക്ടറിനെ കിട്ടണേ, എന്തോ ചെയ്യാനാ. അപ്പം സാഞ്ചി മനസ്സോടെ ക്യാപ്റ്റനെ പോലും, അവൻ്റെ ടീമിലെ ക്യാപ്റ്റനെ പോലും അടിച്ചിട്ടു. എന്തിനാ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാഞ്ചിയുടെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തീരത്തില്ലാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ സാഞ്ചി. ഇനിയിപ്പോൾ സാഞ്ചിയുടെ പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സാഞ്ചി എല്ലാ ക്യാരക്ടറിനെക്കാട്ടിലും ഏറ്റവും വ്യത്യാസമായാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവൻ്റെ കാലും മൊത്തം ഹാക്കിയെടുത്താണ് അവൻ ഇത് അടിക്കുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബിഗ് മോമിൻ്റെ ആക്കൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ സാഞ്ചിയുടെ ഫാദറിൻ്റെ കൂടെയും ആകെ പിടിച്ച് നിന്നിട്ടുള്ളൊരു ക്യാരക്ടർ സാഞ്ചിയോ. വിൻസ്മോക്ക് സാഞ്ചിയുടെ വിൻസ്മോക്കിൻ്റെ ഫുൾ പവർ എടുത്തിട്ട് സാഞ്ചിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടത്. പിന്നെ വിൻസ്മോക്ക് ഫാമിലിയിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറുമായി. പിന്നെ എനിക്ക് വലുതായിട്ടൊന്നും ഞാൻ പറഞ്ഞ ഇത് ചെറുതായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ടൊന്നും പറയാത്തത് ഈ വീഡിയോയിൽ. ഇനി എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് വീഡിയോ ആക്കാം. വേണേൽ സാഞ്ചിയുടെ ഒരു രണ്ടാമത്തെ സ്വഭാവം കൂടെ, കുറച്ച് സ്വഭാവമുണ്ട്. അതെന്തായാലും ആനിമ കാണുന്നവർക്ക് അറിയായിരിക്കും, ആദ്യം കാണാൻ അറിയായിരിക്കും. എന്തായാലും ഞാനതെന്തായാലും സെക്കൻഡ് വീഡിയോ ആയിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് അങ്ങ് ഇടാം. എന്തായാലും കുറേ ക്യാരക്ടേഴ്സിന് ബാക്ക് സ്റ്റോറീസ് ഇനിയുണ്ട്. അത് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇടാൻ ചാൻസ്, കാരണം ക്ലാസ്സൊക്കെ അല്ലേ. എന്തായാലും എനിക്കിനി സാഞ്ചിനെ പറ്റി വലുതായിട്ടൊന്നും പറയില്ല. ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കുകയും വേണം ആനിമിനെ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റ.